Hello students, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ്, അതായത് സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ ഏതെല്ലാം രീതിയിൽ എക്സ്പ്രസ് ചെയ്യാമെന്നുള്ളതാണ്. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷൻ or it is the amount of solute dissolved in a given quantity of solvent. അതായത് ഒരു ഡെഫിനിറ്റ് എമൗണ്ട് സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ എമൗണ്ട്, അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് എമൗണ്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെയാണ് ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. Then how can we define the concentration of a solution? It is the amount of solute dissolved in a given quantity of solution or solvent. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ പ്രധാനമായും രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. അതായത് ക്വാളിറ്റേറ്റീവായിട്ടും എക്സ്പ്രസ് ചെയ്യാം, ക്വാണ്ടിറ്റേറ്റീവായിട്ടും എക്സ്പ്രസ് ചെയ്യാം. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ക്വാളിറ്റേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ സാധാരണയായി യൂസ് ചെയ്യുന്ന രണ്ട് ടേംസാണ് ഡൈല്യൂട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ എമൗണ്ട് കുറവാകുമ്പോൾ നമ്മളതിനെ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നു. അതേസമയം ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ എമൗണ്ട് കൂടുതലാവുമ്പോൾ നമ്മളതിനെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നും പറയുന്നു. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ക്വാണ്ടിറ്റേറ്റീവായി എക്സ്പ്രസ് ചെയ്യാൻ പല മെത്തേഡ്സും ഉണ്ട്. അതിൽ ഒരു 7 മെത്തേഡ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ ഓരോ മെത്തേഡും നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ചില മെത്തേഡ്സിൽ ടോട്ടൽ സൊല്യൂഷൻ്റെ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിൻ്റെ എമൗണ്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതേസമയം ചില മെത്തേഡ്സിൽ സോൾവെൻറ്റിൻ്റെ മാത്രം എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിൻ്റെ എമൗണ്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഓരോ ഡെഫിനിഷനും പഠിക്കുമ്പോൾ അവിടെ സൊല്യൂഷനെ ബേസ് ചെയ്തിട്ടാണോ സോൾവെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണോ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതെന്ന് കൃത്യമായി പഠിച്ചിരിക്കണം. ഓക്കെ, സോ ക്വാണ്ടിറ്റേറ്റീവായിട്ട് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഓരോ മെത്തേഡും 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മാസ് പെർസെൻറ്റേജ് ആണ്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് W/W എന്നാണ്. ഇവിടെ ടോട്ടൽ സൊല്യൂഷൻ്റെ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് സൊല്യൂട്ടിൻ്റെ എമൗണ്ട് കണക്കാക്കുന്നത്. കൂടാതെ സൊല്യൂട്ടിൻ്റെയും സൊല്യൂഷൻ്റെയും മാസിൻ്റെ ടേംസിലാണ് കോൺസെൻട്രേഷൻ കണക്കാക്കുന്നത്. ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ സൊല്യൂട്ട് ഒരു പെർട്ടിക്കുലർ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഓരോ കമ്പോണൻറ്റിൻ്റെയും, അതായത് ഓരോ സൊല്യൂട്ടിൻ്റെയും മാസ് പെർസെൻറ്റേജ് കണക്കാക്കാവുന്നതാണ്. സാധാരണ സൊല്യൂട്ടിൻ്റെയാണ് മാസ് പെർസെൻറ്റേജ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഇനി സോൾവെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് വേണമെങ്കിലും ഈ രീതിയിൽ കണ്ടുപിടിക്കാവുന്നതാണ്. സോ മാസ് പെർസെൻറ്റേജ് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. മാസ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണൻറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. അതായത് ടോട്ടൽ സൊല്യൂഷൻ്റെ മാസിൽ സൊല്യൂട്ടിൻ്റെ മാസ് എത്രയാണെന്ന് പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ആ സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ്. ഓക്കെ, ഈ ക്വാണ്ടിറ്റിയെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി ഒരു ബൈനറി സൊല്യൂഷൻ്റെ കേസിൽ മാസ് പെർസെൻറ്റേജ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് നോക്കാം. ഒരു ബൈനറി സൊല്യൂഷനിൽ 2 കമ്പോണൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതായത് ഒരു സൊല്യൂട്ടും ഒരു സോൾവെൻറ്റും. ഇതിൽ സോൾവെൻറ്റിനെ ക്യാപിറ്റൽ ലെറ്റർ A കൊണ്ടും സൊല്യൂട്ടിനെ ക്യാപിറ്റൽ ലെറ്റർ B കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ദ സോൾവെൻറ്റ് എന്ന് പറയുന്നത് WAയും മാസ് ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറയുന്നത് WBയും ആയിരിക്കും. ദെൻ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ എത്രയായിരിക്കും? WA പ്ലസ് WB. Therefore സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇറ്റ് ഈസ് ഈക്വൽ ടു WB ബൈ WA പ്ലസ് WB ഇൻറ്റു 100. ഓക്കെ, കെമിക്കൽ ലബോറട്ടറീസിൽ സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ
അതിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി മാസ് പെർസെൻറ്റേജ് എന്നുള്ള മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, എ സൊല്യൂഷൻ ഓഫ് 10% sodium hydroxide in water by mass means 10 gram of sodium hydroxide is dissolved in 100 gram of solution. ഇവിടെ 100 gram എന്നുള്ളത് ടോട്ടൽ സൊല്യൂഷൻ്റെ മാസാണ്. അതിൽ 10 gram സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഡിസോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോൾവെൻറ്റിൻ്റെ എമൗണ്ട് എത്രയായിരിക്കും? 100 മൈനസ് 10, ദാറ്റ് ഈസ് 90 gram. ഇവിടെ സോൾവെൻറ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. അപ്പോൾ വാട്ടറിൻ്റെ എമൗണ്ട് എത്രയായിരിക്കും? 90 gram ഓഫ് വാട്ടർ. സോ എ സൊല്യൂഷൻ ഓഫ് 10% sodium hydroxide in water by mass means 10 gram of sodium hydroxide is dissolved in 90 gram of water. നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്ന ക്ലെൻസിങ് ഏജൻറ്റ്സ്, അതായത് ടോയ്ലറ്റ് ക്ലീനർ, ടൈൽ ക്ലീനർ, ഇതിലൊക്കെ കമ്പോണൻസിൻ്റെ കോൺസെൻട്രേഷൻ മാസ് പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഇനി അത്തരം ബോട്ടിൽസ് കാണുമ്പോൾ നിങ്ങൾ അതിൽ കണ്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് നോക്കണം. ഫോർ എക്സാമ്പിൾ, കമേഴ്ഷ്യൽ ബ്ലീച്ചിങ് സൊല്യൂഷനിൽ മെയിൻ കമ്പോണൻ്റാണ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 3.62 mass percentage of sodium hypochlorite in water. Okay? അതായത് 3.62 gram of sodium hypochlorite is dissolved in 100 gram of solution. Okay? So, how can we define the mass percentage of a component in a solution? Mass percentage of a component is equal to mass of the component divided by total mass of the solution into 100. Okay. Next method to express the concentration of a solution is volume percentage. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് V/V എന്നാണ്. ഇവിടെയും ടോട്ടൽ സൊല്യൂഷൻ്റെ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് സൊല്യൂട്ടിൻ്റെ എമൗണ്ട് കണക്കാക്കുന്നത്. കൂടാതെ സൊല്യൂട്ടിൻ്റെയും സൊല്യൂഷൻ്റെയും വോളിയത്തിൻ്റെ ടേംസിലാണ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ സൊല്യൂട്ട് ഒരു പെർട്ടിക്കുലർ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഓരോ കമ്പോണൻറ്റിൻ്റെയും, അതായത് ഓരോ സൊല്യൂട്ടിൻ്റെയും വോളിയം പെർസെൻറ്റേജ് കാണാവുന്നതാണ്. സാധാരണ സൊല്യൂട്ടിൻ്റെ വോളിയം പെർസെൻറ്റേജ് ആണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഇനി സോൾവെൻറ്റിൻ്റെ വോളിയം പെർസെൻറ്റേജ് വേണമെങ്കിലും ഈ രീതിയിൽ കണ്ടുപിടിക്കാവുന്നതാണ്. സോ വോളിയം പെർസെൻറ്റേജ് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. ദാറ്റ് ഈസ് വോളിയം പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണൻറ്റ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. അതായത് ടോട്ടൽ സൊല്യൂഷൻ്റെ വോളിയത്തിൽ സൊല്യൂട്ടിൻ്റെ വോളിയം എത്രയാണെന്ന് പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ആ സൊല്യൂട്ടിൻ്റെ വോളിയം പെർസെൻറ്റേജ്. ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ ക്വാണ്ടിറ്റിയെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഓക്കെ. ഇനി ഒരു ബൈനറി സൊല്യൂഷൻ്റെ കേസിൽ വോളിയം പെർസെൻറ്റേജ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് നോക്കാം. ഒരു ബൈനറി സൊല്യൂഷനിൽ 2 കമ്പോണൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതായത് ഒരു സൊല്യൂട്ടും ഒരു സോൾവെൻറ്റും. അതിൽ സോൾവെൻറ്റിനെ ക്യാപിറ്റൽ ലെറ്റർ എ കൊണ്ടും സൊല്യൂട്ടിനെ ക്യാപിറ്റൽ ലെറ്റർ ബി കൊണ്ടും റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദ സോൾവെൻറ്റ് എന്ന് പറയുന്നത് VAയും വോളിയം ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറയുന്നത് VBയും ആയിരിക്കും. ദെൻ ടോട്ടൽ വോളിയം ഓഫ് ദി സൊല്യൂഷൻ എത്രയായിരിക്കും? VA പ്ലസ് VB. ദെർഫോർ വോളിയം പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് ഇസ് ഈക്വൽ ടു VB by VA plus VB into 100. സാധാരണ ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിൻ്റെ കേസസിലാണ് കോൺസെൻട്രേഷൻ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, എ സൊല്യൂഷൻ ഓഫ് 10% ethanol in water by volume means 10 ml of ethanol is dissolved in 100 ml of solution. അതായത് 100 ml ഓഫ് സൊല്യൂഷനിൽ 10 ml ഓഫ് എത്തനോൾ ആണ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സോൾവെൻറ്റിൻ്റെ എമൗണ്ട് എത്രയായിരിക്കും? 100 മൈനസ് 10, ദാറ്റ് ഈസ് 90 ml.
ഓക്കെ, അതായത് ഇവിടെ സോൾവെൻറ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. സോ ഇൻ ദിസ് കേസ് 10 ml of ethanol is dissolved in 90 ml of water. So how can we define the volume percentage of a component? Volume percentage of a component is equal to volume of the component divided by total volume of the solution into 100. Next method to express the concentration of a solution is mass by volume percentage, and it is represented by W by V. It is the mass of solute dissolved in 100 ml of solution. 100 ml of solutionൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഓക്കെ, ഇത് സാധാരണയായി മെഡിസിൻ, ഫാർമസി ഇതിലൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഒരു മെഡിസിനിലെ കണ്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ സാധാരണയായി മാസ് ബൈ വോളിയം പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ ഈ മെഡിസിൻ ഒന്ന് നോക്കിക്കേ. ഇതിലെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 100 ml ആണ്. ഇനി അതിൻ്റെ കണ്ടൻസ് നോക്കൂ. ഈച്ച് 5 ml കണ്ടെയ്ൻസ് എസെബ്രോഫൈലിൻ 50 milligram. അതായത് ഓരോ 5 ml-ലും 50 milligram എസെബ്രോഫൈലിൻ എന്നുള്ള കണ്ടൻ്റാണ് ഉള്ളത്. ഓക്കെ, സോ ഇവിടെ 5 ml സൊല്യൂഷനിൽ 50 milligram സൊല്യൂട്ടാണുള്ളത്. അങ്ങനെയാണെങ്കിൽ 100 ml സൊല്യൂഷനിൽ എത്ര എമൗണ്ട് സൊല്യൂട്ട് ഉണ്ടായിരിക്കും? 100 ml എന്ന് പറയുമ്പോൾ 5 × 20 ml. അത്രയും സൊല്യൂഷനിൽ എത്ര സൊല്യൂട്ട് ഉണ്ടായിരിക്കും? 50 × 20. That is equal to 1000 milligram, which is equal to 1 gram. So 1 gram of solute is present in 100 ml of the solution. So ഓരോ മെഡിസിൻസിൻ്റെയും കണ്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ സാധാരണ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്നുള്ള മെത്തേഡിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഓക്കെ, another method for expressing the concentration of a solution is parts per million or ppm. Parts per million is equal to mass of solute divided by mass of solution into 10⁶, or it can be defined as number of parts by mass of solute per million parts by mass of solution. അതായത് ഒരു സൊല്യൂഷൻ്റെ മാസിനെ മില്യൺ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ സൊല്യൂട്ടിൻ്റെ മാസ് എത്ര പാർട്സ് ആണെന്ന് പറയുന്നതാണ് പാർട്സ് പെർ മില്യൺ. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ സൊല്യൂട്ട് ഈസ് പ്രസൻറ്റ് ഇൻ ട്രേസ് ക്വാണ്ടിറ്റീസ്. അതായത് വളരെ കുറഞ്ഞ അളവിൽ സൊല്യൂട്ട് ഉണ്ടാവുന്ന കേസസിലാണ് ഈ ടേംസിൽ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ വാട്ടറിലും അറ്റ്മോസ്ഫിയറിലൊക്കെ ഉള്ള പൊല്യൂട്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ, അതുപോലെ ഹാർഡ്നെസ് ഓഫ് വാട്ടർ, പിന്നെ പബ്ലിക് സപ്ലൈക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ടബിൾ വാട്ടറിലെ ക്ലോറിൻ്റെ കോൺസെൻട്രേഷൻ, ഇതൊക്കെ ppm ഓർ പാർട്സ് പെർ മില്യൻ്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യാനുള്ള 4 മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. ഇനി 3 മെത്തേഡ്സ് കൂടെ പഠിക്കാനുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.